നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അപ്പോൾ ഇങ്ങനെ തുടങ്ങല്ലേ, ഇന്നാണ് ആ പോരാട്ടങ്ങൾ. പുറകു പോയ രണ്ട് ടീമുകൾക്ക് തിരികെ വരണം, മുന്നിൽ കയറിയ രണ്ട് ടീമുകൾ വിട്ടുകൊടുക്കുകയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ഇറങ്ങുമ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരങ്ങൾ ഇന്ന് തീ പറക്കുന്ന പോരാട്ടങ്ങൾക്ക് വേദിയാവുകയാണ്. ഒന്ന് FC ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് പോരാട്ടമാണെങ്കിൽ മറ്റൊന്ന് ലിവർപൂൾ വേഴ്സസ് PSG പോരാട്ടമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സ പോരാട്ടം നടക്കുന്ന. ആദ്യ പാദം 2-0 വിജയിച്ച് കയറിയതാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇനി സ്വന്തം മൈതാനത്ത് ആ ലീഡ് സംരക്ഷിച്ച് നിർത്തുകയേ വേണ്ടൂ. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും എന്തായാലും സിമയോണി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ മത്സരത്തിൽ സെവിയയ്ക്കെതിരെ തൻ്റെ ഫസ്റ്റ് ടീമിന് അദ്ദേഹം ഇറക്കാതിരുന്നത്, ബാഴ്സയ്ക്കെതിരെ കളിക്കാൻ വേണ്ടി റെസ്റ്റ് കൊടുത്തതാ. അപ്പോൾ എല്ലാറ്റിനും ഒരുങ്ങി സിമിയോണിയും സംഘവും അവിടെ നിൽക്കുമ്പോൾ ആ പൂട്ട് പൊളിക്കാൻ അൻസി ഫ്ലിക്കിനും സംഘത്തിനും പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ലാമിനെ യമാല് വലിയ ആവേശത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, സാധിക്കും, അത് ചെയ്തിരിക്കും, അത് ചെയ്ത് കാണിക്കും, നെയ്മർ മുമ്പ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമെന്നൊക്കെ. എന്തായാലും കാത്തിരിക്കാം, അത് നടക്കുമോ എന്നറിയാൻ വേണ്ടി. അതുപോലെ ലിവർപൂൾ വേഴ്സസ് PSG പോരാട്ടം. ആദ്യപാദം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പാർക്ക് ഡെസ് പ്രിൻസസിൽ PSG വിജയിച്ചു. 4-5 ഗോളുകൾക്ക് അടിക്കാനുള്ള അവസരം അവർക്ക് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ല. ഇനി ആൻഫീൽഡിൽ ഈ 2 ഗോൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് എന്തായാലും അത്ര എളുപ്പമാവില്ല. PSG ആക്രമിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടാവും. ലിവർപൂൾ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കും, PSG തോൽക്കാതിരിക്കാനും PSG വിജയിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് അടക്കും. ലൂയിസ് എൻറിക്കയുടെ ടീമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ 2 കളികളും ഒരേ സമയത്ത് തീവറക്കുന്ന പോരാട്ടങ്ങൾ സമ്മാനിക്കുമ്പോൾ ഏത് കാണുമെന്ന ആശങ്കയിലാണ് ആരാധകരുള്ളത്, കൺഫ്യൂഷനിലാണ് ഫുട്ബോൾ പ്രേമികൾ. അതത് ക്ലബ്ബുകളുടെ ആരാധകരുടെ കാര്യമല്ല പറയുന്നത്, മറ്റ് ന്യൂട്രലായിട്ടുള്ള ആരാധകരുണ്ടാവുമല്ലോ, അവർക്കിതിൽ ഏത് കളി കാണണമെന്ന് കൺഫ്യൂഷനാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 2 തീപ്പൊരി പോരാട്ടങ്ങൾ. നാളെ ബാക്കി തീപ്പൊരിയുണ്ട്. അതായത് ബയേണിനോട് 2-1 ആദ്യ പാദത്തിൽ സാന്റിയാഗോ ബെർണബൂവിൽ തോറ്റ റയൽ മാഡ്രിഡിന് അലിയൻസ് അരീനയിൽ പോയിട്ട് ആ കടം വിട്ട് ജയിക്കാൻ പറ്റുമെന്ന് ആൽവരോ ആർബിലോ പറയുന്നു. സാധിക്കുമോ എന്ന ആശങ്കയിൽ ആരാധകരിരിക്കുന്നു. ആഴ്സണൽ സ്പോർട്ടിംഗ് CP മത്സരം നാളെ രാത്രി തന്നെയാണ് 12:30 എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച പുലർച്ചെ 12:30 ബയേൺ വേഴ്സസ് റയൽ മാഡ്രിഡും സ്പോർട്ടിംഗ് വേഴ്സസ് ആഴ്സണൽ കളിയും. സ്പോർട്ടിങ്ങിനെതിരെ അവിടെ പോയിട്ട് 1 ഗോളിൻ്റെ വിജയമാണ് ആഴ്സണൽ നേടിയിട്ടുള്ളതെങ്കിൽ ഇനി എമിറേറ്റ്സിൽ ബാക്കി ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവരും കാത്തിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ മത്സരങ്ങൾക്കായി നമ്മളും കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സിൽ എത്താം.